കഥകളിയിൽ സാങ്കേതിക സൗന്ദര്യം തികഞ്ഞ കോട്ടയം കഥകളിൽ ഏറ്റവും വിശ്രുതമാണ് കാലകേയ വധം. കഠിനമായി തപസ് ചെയ്ത് ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം നേടി വിജയിയായ മകൻ അർജുനനെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഇന്ദ്രൻ തേര് സഹിതം തേരാളിയായ മാതലിയെ പറഞ്ഞയക്കുകയാണ്. അപ്രകാരം ഭൂമിയിൽ നിന്ന് അർജുനൻ സ്വർഗത്തിൽ എത്തി. കഠിന തപസ് അനുഷ്ഠിച്ച് പാശുപതാസ്ത്രം നേടിയ അർജുനനിൽ തൻ്റെ മകനിൽ സംപ്രീതനായ ദേവേന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൻ്റെ അർദ്ധഭാഗത്ത് അർദ്ധാസനം നൽകി അർജുനനെ അവിടെ ഇരുത്തുകയും തികഞ്ഞ രീതിയിൽ വാത്സല്യഭരിതനാവുകയും ചെയ്യുന്നു. തുടർന്ന് ഇന്ദ്രാണിയെ കണ്ട അർജുനൻ്റെ ഒരു പദമുണ്ട്: സുഹൃതികളിൽ മുമ്പനായി വന്നേൻ അഹം. സുഹൃതികളിൽ മുമ്പനായിട്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പുസ്തക പ്രകാശനം അത് നിർവഹിച്ചതിന് ശേഷം അർജുനന്റെ ഈ അവസ്ഥയാണ് ഇപ്പോൾ കെ ശ്രീകുമാറിൻ്റേത്. ഈ പ്രകാശനം കഴിയുമ്പോഴേക്ക് സ്വർഗസ്ഥനായ MT തേര് കൊടുത്ത് അയക്കുകയും അവിടെ എത്തുന്ന ശ്രീകുമാറിനെ തൻ്റെ അർദ്ധാസനത്തിൽ ഇരുത്തി വാത്സല്യ ഭരിതനാവുകയും ചെയ്യുന്ന ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരു മാജിക്കൽ റിയലിസം സങ്കല്പിക്കുക. ഇന്ദ്രാണിയോടാണ് പദം. നാളെ കോഴിക്കോട്ട് ചെന്ന് സരസ്വതി ടീച്ചർക്ക് ഈ പുസ്തകം കൊടുക്കുമ്പോഴും ശ്രീകുമാറിൻ്റെ ഉള്ളിൽ ആ പദം തന്നെയായിരിക്കും: സുഹൃതികളിൽ മുമ്പനായി വന്നേൻ അഹം. നേരത്തെ മാതൃഭൂമിയുടെ പത്രാധിപർ മനോജ് കെ ദാസ് തൻ്റെ സംസാരത്തിനിടയിൽ തപസ് എന്നൊരു വാക്ക് പ്രയോഗിക്കുകയുണ്ടായി. പാശുപതാസ്ത്രത്തിനായി കഠിന തപസ് അനുഷ്ഠിച്ച അർജുനന്റെ ആ യത്നത്തിന് തുല്യമായിരുന്നു ശ്രീകുമാറിൻ്റെ ഈ പുസ്തക രചന. ഞാൻ അതിന് പല കാലങ്ങളിൽ സാക്ഷിയാണ്. ഒരു തൊഴിലാളി ഖനിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെ അതിന് സമാനമായ ഒരു പ്രവൃത്തിയാണ് ശ്രീകുമാർ ഇത്രയും കാലം എടുത്തുകൊണ്ട് അദ്ദേഹം നിർവഹിച്ചത്. മാത്രമല്ല, ഈ മലമക്കാവ് ദേശത്തിനടുത്ത് കൂടല്ലൂരാണ് MTയുടെ ജന്മദേശം. ഈ കൂടല്ലൂരിനടുത്ത മലമക്കാവിലെ തായമ്പകയുടെ ഒരു മലമക്കാവ് ചിട്ടയുടെ കൃത്യമായിട്ട് പതികാലം, കൂറ്, ഇടവട്ടം, ഇടനില, ഇരികിട എങ്ങനെ തായമ്പകയുടെ പല ഘട്ടങ്ങൾ വൃത്തിയായി കൊട്ടുന്ന തായമ്പകയിലെ ഏറ്റവും ശബ്ദ സൗന്ദര്യവും ആവിഷ്കാര സൗന്ദര്യവും ഉള്ള തായമ്പക മലമക്കാവ് ശൈലിയാണ്. ഈ മലമക്കാവ് ശൈലിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായർ ഇതുവരെ എഴുതി വന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ, ഈ പുസ്തകത്തിലെ പല ഭാഗങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു മലമക്കാവ് ചിട്ടയിൽ തായമ്പക കൊട്ടി അവസാനിക്കുന്ന ഒരു തായമ്പകക്കാരൻ്റെ പ്രകൃതമാണ് ഈ പുസ്തകത്തിൽ കെ ശ്രീകുമാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് MT വാസുദേവൻ നായരുടെ ജീവചരിത്രം എന്ന ചെണ്ട തോളിലിട്ട് ആ മലമക്കാവ് ശൈലിയിൽ അതിൻ്റെ ആവിഷ്കാര ഭംഗിയോടെ കൊട്ടുന്ന ഒരു അക്ഷര തായമ്പകയായിട്ടും നമുക്ക് ഈ പുസ്തകത്തെ വായിക്കാം, കേൾക്കാം. അതിൻ്റെ വായ്ത്താരി
ഒരു തായമ്പകയുടെ വായ്ത്താരി എത്രമേൽ ഹൃദ്യമാണ്. ആ വായ്ത്താരി, ആ അക്ഷരകാല കണക്ക് എല്ലാം ദീക്ഷിച്ചുകൊണ്ട് ഒരു തായമ്പക, മലമക്കാവ് ശൈലിയിലെ തായമ്പക കേൾക്കുന്ന ആ കേൾവി സുഖത്തിന് സമാന്തരമായി അല്ലെങ്കിൽ അനുബന്ധമായി അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു ഭാഷയാണ് ശ്രീകുമാർ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തുഞ്ചൻ പറമ്പിലെ സാഹിത്യ ക്വിസ് മത്സരം നടത്താൻ MT വാസുദേവൻ നായർ പതിവായി നിയോഗിച്ചിരുന്നത് K ശ്രീകുമാറിനെയാണ്. ഭാവിയിലെ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന ഒരു മത്സരത്തിലെ ചോദ്യവും ഉത്തരവും എപ്രകാരം ആയിരിക്കും? ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇവിടെ നടന്നേക്കാവുന്ന ഒരു സാഹിത്യ ക്വിസിന്റെ ചോദ്യം ഇതായിരിക്കും: മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ജീവചരിത്ര പുസ്തകം ഏത്? അതിൻ്റെ രചയിതാവ് ആര്? ഉത്തരം: MT വാസുദേവൻ നായർ ജീവചരിത്രം. രചയിതാവ് ഡോക്ടർ K ശ്രീകുമാർ. നന്ദി. ഒപ്പം ഈ ജീവചരിത്ര രചന അതിൻ്റെ നിഷ്കർഷയിൽ പുലർത്തിയ ശ്രീകുമാറിനെ അദ്ദേഹത്തിൻ്റെ ഒരു മിത്രം എന്ന നിലയ്ക്ക് ഞാൻ ഒരു ഉപഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അത് സ്വീകരിക്കുവാൻ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു.